ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ഇല്ല എന്നാണ്. ഇടുക്കി ഡാമിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതാവും. എന്തായാലും അവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം. 130 വർഷത്തിനടുത്ത് പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ കണ്ടാലറിയാം. പല ഭാഗത്ത് ചോർച്ചകളും അതുപോലെ ബലക്ഷയവും ഒക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം. ഇനിയൊരു പുതിയ ഡാം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1500 കോടിക്ക് അടുത്ത് രൂപയാകും. ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ വെള്ളം ആദ്യം എത്തുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആദ്യത്തേത് വള്ളക്കടവാണ്. ഈ പ്രദേശത്തൊക്കെ ഏകദേശം 50 അടിക്ക് ഉയരത്തിലാണ് ഈ വെള്ളം എത്തുന്നത്. പെരിയാർ നദി ഒഴുകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തൂടെ അതിശക്തമായിട്ടാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത്. വള്ളക്കടവ് അതുപോലെ ഈ വണ്ടിപ്പെരിയാർ ഇതൊക്കെ ഏകദേശം 15 മിനിറ്റുള്ളിൽ തന്നെ മുഴുവൻ വെള്ളത്തിനുള്ളിലാകും. മുല്ലപ്പെരിയാർ ഡാം മുതൽ ഇടുക്കി ഡാം വരെ ഏകദേശം 50 കിലോമീറ്ററിന് അടുത്ത് ദൂരമുണ്ട്. ഈ ഭാഗത്തായിട്ട് ഏകദേശം 1,00,000-ത്തിനടുത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് ഈ ജലം പാഞ്ഞെത്തുന്നതിനാൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയാതെ വരും. ഈ മാപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എത്രയോ കെട്ടിടങ്ങളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. 15 ദശലക്ഷം കനേഡിയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സംഭരണ ശേഷി. ഇപ്പോൾ 11.2 ദശലക്ഷം കനേഡി ജലം ഇപ്പോൾ ഉണ്ട്. ഈ ഭാഗത്തെ പ്രദേശങ്ങളായ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യങ്കോവിൽ ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വെള്ളത്തിനുള്ളിലാകും. അയ്യപ്പൻ കോവിൽ കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഇടുക്കി റിസർവിലേക്കാണ് ഈ ജലം എത്തുന്നത്. ഇടുക്കിയുടെ സംഭരണശേഷി എന്ന് പറയുന്നത് 74.5 ദശലക്ഷം കനേഡിയാണ് ഇവിടുത്തെ സംഭരണശേഷി. മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ 5 മടങ്ങ് സംഭരണശേഷിയാണ് ഇടുക്കി ഡാമിനുള്ളത്. 66 ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ഇടുക്കി ഡാം പരന്നു കിടക്കുന്നത്. 70 ലക്ഷം കനേഡി ജലം വരെ ഇടുക്കി ഡാമിനെ പിടിച്ചു നിർത്താൻ കഴിയും. ഇപ്പോൾ ഏകദേശം 60 ദശലക്ഷം കനേഡിയാണ് ഉള്ളത്. മുല്ലപ്പെരിയാറിൽ നിന്ന് 11.2 ദശലക്ഷം കനേഡി ജലം എത്തിയാലും അതിൽ 10 ദശലക്ഷം കനേഡിയും ഇടുക്കി ഡാമിന് ഉൾക്കൊള്ളാൻ കഴിയും. 3 ഡാമുകൾ ചേർന്നതാണ് ഈ ഇടുക്കി ഡാം. 1 ഇടുക്കി ആർച്ച് ഡാം, 2 ചെറുതോണി, 3 കുളമാവ്. ഈ 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി ഡാം. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ഇടുക്കി ആർച്ച് ഡാമാണ്. കുറവമല, കുറുത്തിമല എന്ന് പറയുന്ന 2 മലകളെ ചേർത്തിണക്കിയാണ് ഈ ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഡാമുകളിലൊന്നാണ് ഈ ആർച്ച് ഡാം. ഇതിൻ്റെ ഡിസൈനും അതുപോലെ ആർച്ച് രൂപത്തിലാണ്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ജലത്തിനുള്ളിലേക്കാണ്, ഡാമിനുള്ളിലേക്കാണ് ഇതിൻ്റെ ഭാഗം തള്ളി നിൽക്കുന്നത്. ഇത് ആ ജലത്തിൻ്റെ മർദ്ദത്തെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയും. ഭൂകമ്പത്തെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ ആർച്ച് ഡാം. ഇത് നിർമ്മിക്കുമ്പോൾ തന്നെ താപനില കുറയ്ക്കാനായിട്ട് ഐസുകൾ ഉപയോഗിച്ചാണ് ഈ കോൺക്രീറ്റ് ഉണ്ടാക്കിയിരുന്നത്. ഈ ആർച്ച് ഡാമിന് സ്പിൽവേകളില്ല. ഇതുവഴി വെള്ളത്തെ കടത്തിവിടാൻ കഴിയത്തില്ല. ഇടുക്കി ഡാമിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ചെറുതോണി ഡാം അതിനോട് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചെറുതോണി ഡാമിന് 5 സ്പിൽവേകളാണ് ഉള്ളത്. ഇതുവഴിയാണ് ഇടുക്കി ഡാമിലെ ജലത്തെ പുറത്തേക്ക് വിടുന്നത്. അതുപോലെ എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് 2 ഷട്ടറുകളും ഈ ചെറുതോണി ഡാമിന് അടിഭാഗത്തുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കാൻ ചെറുതോണി ഡാമിലൂടെയാണ് ഈ ജലത്തെ പുറത്തേക്ക് വിടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലും ഇടുക്കിയിലെ ഈ ചെറുതോണി ഡാമിൽ കൂടെയാണ് ഈ ജലം പുറത്തേക്ക് വിടുന്നത്. 1 മിനിറ്റിൽ ഒരു ഷട്ടറിൽ നിന്ന് ഏകദേശം 25,760 കനേഡി ജലം പുറത്തേക്ക് വിടാനാകും. ഇടുക്കി ഡാമിൻ്റെ മൂന്നാമത്തെ ഭാഗമായ കുളമാവ് ഡാം ചെറുതോണി ഡാമിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുളമാവ് ഡാമിൽ നിന്നാണ് കേരളത്തിൻ്റെ വൈദ്യുതി സ്രോതസ്സായ മൂലമറ്റം പവർ ഹൗസിലേക്ക് ജലം എത്തിക്കുന്നത്. ഭൂമിക്ക് അടിയിലൂടെയാണ് കുളമാവിൽ നിന്ന് മൂലമറ്റം പവർ ഹൗസിലേക്ക് ജലം എത്തിക്കുന്നത്. മൂലമറ്റം പവർ ഹൗസും ഭൂമിക്ക് അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാം വളരെ ശക്തമാണ്. മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാലും ഇടുക്കി ഡാമിന് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ചെളികളും അതുപോലെ ഈ മരങ്ങളും മറ്റവശിഷ്ടങ്ങളും എല്ലാം വന്ന് ഇടുക്കിയിൽ വന്ന് അടിയുകയും അങ്ങനെ ഇടുക്കിയിലെ സംഭരണശേഷി കുറയുകയും ചെയ്യും. അതുപോലെ ഈ ഷട്ടറുകളിൽ വന്ന് ഈ മരങ്ങളും മറ്റവശിഷ്ടങ്ങളും അടിഞ്ഞു കഴിഞ്ഞാൽ ഈ ജലത്തെ യഥാസമയം പുറത്തേക്ക് വിടാൻ കഴിയത്തില്ല. അതുപോലെ ആ സമയത്ത് അതിശക്തമായ മഴക്കാലമോ അല്ലെങ്കിൽ അതുപോലെ നീരൊഴുക്ക് കൂടുതലാണെങ്കിലോ ചിലപ്പോൾ ഇടുക്കി ഡാമിന് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വരില്ല. ഈ സമയത്ത് ഇടുക്കി ഡാമിന് മുകളിലൂടെ ഈ ജലം താഴേക്ക് പതിക്കുകയും അങ്ങനെ ഈ ഡാമിന് ബലക്ഷയം ഉണ്ടാകുകയും തകരാൻ
ചാൻസും കൂടുതലാണ്. അങ്ങനെ ഇടുക്കി ഡാം തകരുകയാണെങ്കിൽ ഇടുക്കിയിൽ നിന്ന് നേരെ അറബിക്കടലിലേക്കാണ് ഈ ജലം ഒഴുകുന്നത്. അങ്ങനെ കേരളത്തിലെ ഏകദേശം 5 ജില്ലകളോളം ഈ ജലത്തിനടിയിലാവും. അങ്ങനെ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഈ ദുരന്തത്തിൽ മരണപ്പെടുന്നത്. ഇടുക്കി ഡാമിന് ശേഷം പെരിയാർ നദിക്ക് കുറുകെ 11 ചെറു ഡാമുകളുണ്ട്. ആ 11 ഡാമുകളും ഈ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകും. കേരളത്തിലെ 6 ജില്ലകളെയാണ് പ്രധാനമായും ബാധിക്കുക. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇടുക്കി ഡാമിൽ നിന്ന് അറബിക്കടലിലേക്ക് ഏകദേശം 100 കിലോമീറ്ററാണ് ദൂരം. ഈ ഭാഗത്തേക്ക് ജലം മണിക്കൂറുകൾക്കുള്ളിൽ പാഞ്ഞെത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജില്ലകളെല്ലാം നമുക്കൊരു ഓർമ്മയായി മാറും.